ഹലോ ചിൽഡ്രൻ, എല്ലാവർക്കും ഷിജീസ് ഹിന്ദി ക്ലാസ്സസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ക്ലാസ് 10-ലെ ഫസ്റ്റ് യൂണിറ്റ് ബീർ ബഹൂട്ടിയുടെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ബീർ ബഹൂട്ടി എന്ന ചാപ്റ്റർ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്കും ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാകും. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുപഠിക്കാം. കൂടാതെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം, അപ്പോൾ അവർക്കും അത് ഹെൽപ്ഫുൾ ആകും. നമ്മൾക്കിനി ആക്ടിവിറ്റി ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇനി നമ്മൾക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ആ ചാപ്റ്ററിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അതൊന്നും നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ബാദൽ കോ ദേഖ്കർ ഘട ധുലാന നഹി ചാഹിയെ, ദുക്കാൻദാറിനെ ऐसा क्यों कहा? എന്താണ് ചോദ്യത്തിൻ്റെ അർത്ഥം? എന്താണ്, നമ്മൾ മഴക്കോള് കണ്ടിട്ട് കുടം മറയ്ക്കാൻ പാടില്ല, ആ കടക്കാരൻ അങ്ങനെ പറയാൻ കാരണം എന്താണ്? അത് നമ്മൾക്കൊന്ന് നോക്കാം. साहिल दुकान में स्याही के उपलब्धि के बारे में पता करने से पहले ही अपने पेन की बची हुई स्याही ज़मीन पर छिड़क देता है. സാഹിൽ എന്താണ് ചെയ്യുക? മഷി ആ കടയിൽ കിട്ടുമോ എന്നറിയുന്നതിനേക്കാൾ മുമ്പ് ആ പെന്നിൽ ഉണ്ടായിരുന്ന ശേഷിച്ചിരുന്ന മഷി നിലത്തേക്ക് വിതറുന്നു. वह दुकानदार से स्याही के उपलब्धि के बारे में पता किए बिना अपना फैसला ले लेता है. കടക്കാരനോട് ചോദിക്കാണ്ടാണ്, അവിടെ മഷി ഉണ്ടോ ഇല്ലേ എന്ന് അറിയാണ്ടാണ് സാഹിൽ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കുന്നത്. अपने अंदाजे पर फैसला लेना ठीक नहीं, इस वजह से दुकानदार ने ऐसा कहा. നമ്മുടെ ഒരു ഊഹത്തിൻ്റെ പേരിൽ നമ്മളൊരു തീരുമാനം എടുക്കുന്നത് ശരിയല്ല, അതുകൊണ്ടാണ് കടക്കാരൻ സാഹിലിനോട് അങ്ങനെ പറഞ്ഞത്. അടുത്ത ചോദ്യം, ജബ് വഹ് ഉസ്കെ പാസ് ആക്കർ ബൈഠി तो उसे नजर नहीं मिला पाई क्यों? ഇവിടെ ആരെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്? ആർക്കാണ് ഫേസ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്? ബേലയ്ക്ക് അല്ലേ? ബേലയ്ക്ക് സാഹിലിനെ കണ്ടപ്പോൾ ആൾക്ക് ഒരു ഐ കോണ്ടാക്ട് അല്ലെങ്കിൽ ആ മുഖത്ത് നോക്കാൻ പറ്റിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. എന്തായിരുന്നു ആ അവസ്ഥ? അതിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. मार्ट साहब के व्यवहार से बेला को साहिल के सामने शर्मिंदा होना पड़ा. മാർട്ട് സാബിൻ്റെ വ്യവഹാരം കൊണ്ട് എന്താ സംഭവിച്ചത്? ബേലയ്ക്ക് സാഹിലിൻ്റെ മുമ്പിൽ ലജ്ജിതയാകേണ്ടി വന്നു. ബേല ജാൻതി थी कि वह साहिल के नज़रों में एक अच्छी लड़की है. ബേലയ്ക്ക് നന്നായി അറിയുമായിരുന്നു, ബേല സാഹിലിൻ്റെ കണ്ണിലൊരു നല്ല പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ സാഹിലിൻ്റെ മുന്നിലൊരു നല്ല പെൺകുട്ടിയാണ്, അങ്ങനെയാണ് സാഹിൽ കരുതുന്നത്. മാർട്ട് സാബ് ने उसके साथ जो व्यवहार किया वह साहिल के सामने किया. അപ്പോൾ മാർട്ട് സാബ് എന്താണ് ചെയ്തത്? അതൊക്കെ ആ സാഹിലിൻ്റെ മുന്നിലാണ് ചെയ്തത്. ആ ചീത്ത പറയുന്നതും മുടി പിടിച്ച് വലിച്ചതൊക്കെ നമ്മുടെ സാഹിലിൻ്റെ മുന്നിലായിരുന്നു. ജിസ്കെ കാരൻ ഉസെ ബഹുത് ദുഃഖ് ഹുവ. അത് കാരണം എന്താണ്? അവൾക്ക് വളരെയധികം വിഷമം തോന്നി. ഇസ് വജഹ സെ വേ സാഹിൽ സെ നസർ നഹി മിലാ സക്കി. അതുകൊണ്ടാണ് അവൾക്ക് സാഹിലിനെ ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ അവനെ ഒന്നും കണ്ണിലേക്ക് നോക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ വന്നത്. അടുത്ത ചോദ്യം, इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ और अधिक मुस्कुरा रही हो. इसका मतलब क्या है? ഈ കുട്ടികൾ കളിക്കുന്നത് കണ്ടിട്ട് എന്താണ് തോന്നിയിരുന്നത്? ഗാന്ധിജിയുടെ മൂർത്തി അല്ലെങ്കിൽ ആ വിഗ്രഹത്തിൽ കുറച്ചധികം എല്ലാ സമയവും കാണുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം അല്ലെങ്കിൽ ഒരു പുഞ്ചിരിയാണ് നമ്മൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ കാണാൻ കഴിയുമായിരുന്നു. അതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ അർത്ഥം എന്നാണ് ചോദിക്കുന്നത്. ബച്ചെ ബഹുത് ഹി മാസൂം ഹോത്തെ ഹെ. കുട്ടികൾ എന്താണ്? വളരെയധികം നിഷ്കളങ്കതയുള്ളവരാണ്. उनकी मासूमियत और खिलखिलाहट सभी के मन में आनंद भर देती है. അവരുടെ ആ നിഷ്കളങ്കത എന്താണ്? എല്ലാവരുടെയും മനസ്സിലൊരു ആനന്ദം നിറയ്ക്കുന്നു അല്ലെങ്കിൽ സന്തോഷം നിറയ്ക്കുന്നു. ऐसा प्रतीत होता है कि गांधी जी की मूर्ति भी इनकी मासूमियत को देखकर कुछ अधिक प्रसन्न हो गई. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? ഗാന്ധിജിയുടെ വിഗ്രഹം പോലും ഇവരുടെ ആ നിഷ്കളങ്കത കണ്ടിട്ട് ആ വിഗ്രഹത്തിൽ പോലും എല്ലാ സമയത്തേക്കാൾ കാണുന്നതിനേക്കാൾ കൂടുതൽ പ്രസന്നതയാണ് അല്ലെങ്കിൽ സന്തോഷമാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അടുത്ത ചോദ്യം, यह बारिश से पहले की बारिश का एक दिन था.
कहानी के प्रसंग में ये कैसे सार्थक होता है. അപ്പം ഒരു മഴയെക്കുറിച്ചാണ്, മഴക്കാലത്തല്ല അതിനേക്കാൾ മുമ്പുള്ള ഒരു മഴയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം ആ മഴ എന്താണ് ഇവിടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് എങ്ങനെ എന്ന് പറഞ്ഞാൽ കഥയുടെ പശ്ചാത്തലത്തിൽ ഇത് എങ്ങനെ അർത്ഥമാകുന്നു എന്നാണ് ഇവിടെ ചോദ്യം വരുന്നത്. അതിൻ്റെ ഉത്തരം ഒന്ന് നമുക്ക് നോക്കിയാലോ. यह बारिश बेला और साहिल के दुख अथवा उनकी ആസു को ദർശാത്തി है. ഈ മഴ എന്താണ്, ബേലയുടെയും സാഹിലിൻ്റെയും സങ്കടം അല്ലെങ്കിൽ കണ്ണീരിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അതാണ് ശരിക്കും ഇവിടെ കാണിക്കുന്നത്. ദോനോ ബഹുത് പക്കേ ദോസ്ത് थे. രണ്ടുപേരും എന്താ, വളരെയധികം ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. ജോ ഹമേശ ഏക് ദൂസരെ സാത്ത് ഹി നസർ ആത്തെ ഹെ. ഇവർ രണ്ടാളും എപ്പോഴും ഒരുമിച്ച് നമ്മൾക്ക് കാണാൻ കഴിയും. ഈ സ്റ്റോറിയിൽ നമ്മൾ എപ്പോഴും അവർ ഒരുമിച്ചിട്ടല്ലേ കണ്ടിട്ടുള്ളൂ, എപ്പോഴും അവർ ഒരുമിച്ചിട്ടാണ് കാണുന്നത്. 5वीं कक्षा पास होने पर दोनों को अलग अलग स्कूल में दाखिला लेना पड़ जाता है. 5ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്താണ്, രണ്ടുപേർക്കും വേറെ വേറെ സ്കൂളിൽ അഡ്മിഷൻ എടുക്കേണ്ടി വരും. സാഹിൽ കോ ഗാവ് ഹി ചോड़ना पड़ जाता है. അപ്പം എന്താണ് അവർ അവസാനം പറയുന്നത്, സാഹിൽ ആ നാട് വിട്ടിട്ട് വേറൊരു സ്ഥലത്ത് ഹോസ്റ്റലിൽ പോയി താമസിക്കുമെന്നല്ലേ പറയുന്നത്. അപ്പം സാഹിലിന് ആ നാട് തന്നെ വിടേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. ജബ് ആഖിരി ബാർ മിൽത്തെ ഹെ ദോനോ കെ ആംസു ബാരിഷ് കെ റൂപ് മേ ഗിർത്തെ ഹെ. അപ്പോൾ അവർ അവസാനമായി കാണുമ്പോഴാണ് രണ്ടുപേരുടെയും കണ്ണുനീർ മഴയുടെ രൂപത്തിൽ പെയ്യുന്നത് പോലെ പറയുന്നത് അല്ലെങ്കിൽ കാണിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, മിലാൻ കറി എന്ന് പറഞ്ഞാൽ മാച്ച് ദ ഫോളോയിങ്. ഇതിൽ കറക്റ്റായിട്ട് നമുക്ക് പേര് കണ്ടുപിടിക്കണം. സാഹിൽ കി ആഖേं, സാഹിലിൻ്റെ കണ്ണുകൾ എങ്ങനെയായിരുന്നു, എങ്ങനെയാണ്, ബീർ ബഹൂട്ടി കി തരഹ് ലാൽ, ബീർ ബഹൂട്ടിയുടെ നിറം പോലെ ആകെ ചുവന്നിരിക്കുകയായിരുന്നു സാഹിലിൻ്റെ കണ്ണുകൾ. ചൽത്തി ബീർ ബഹൂട്ടിയാ, ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്ദേ. ആ മെല്ലെ മെല്ലെ നടക്കുന്ന ബീർ ബഹൂട്ടികളെ കണ്ട എങ്ങനെയാ തോന്നുന്നത്, ഈ ചെറിയ ചെറിയ നമ്മുടെ ബൂന്ത് എന്ന് പറഞ്ഞാൽ ബ്ലഡ്, അതിൻ്റെ തുള്ളികൾ അങ്ങനത്തെയാണ് ചെറിയ ചെറിയ തുള്ളികളായിട്ടാണ് നമ്മൾക്ക് തോന്നുന്നത്. നടന്നു പോകുന്ന ബ്ലഡിൻ്റെ ചെറിയ ചെറിയ തുള്ളികൾ. സാഹിൽ കി ആൻസു, സാഹിലിൻ്റെ കണ്ണുനീരെങ്ങനെയായിരുന്നു, ബാരിഷ് കി ബൂന്ദേ, മഴത്തുള്ളികളെ പോലെയാണ് സാഹിലിൻ്റെ കണ്ണുനീര് നമ്മൾക്ക് തോന്നുന്നുണ്ടായിരുന്നത്. സാഹിൽ കി ചോട്ട്, സാഹിലിൻ്റെ കാലുമ പറ്റിയ മുറിവ് എങ്ങനെയായിരുന്നു, ബീർ ബഹൂട്ടി കാ രംഗ്, അതിനെ ബീർ ബഹൂട്ടിയുടെ നിറമുണ്ടായിരുന്നു. ഇതെന്താണ്, പ്രത്യേക തുലന കിസ്കെ സാത്ത് കി ഗയി ഹെ ലിഖേ. നമ്മളിപ്പോൾ മാച്ച് ദ ഫോളോയിങ് ചെയ്തില്ലേ, അപ്പോൾ സാഹിലിൻ്റെ അതിൽ എന്തൊക്കെയായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് എഴുതാനാണ് പറയുന്നത്. സാഹിൽ കി ലാൽ ആഖേं, സാഹിലിൻ്റെ ചുവന്ന കണ്ണുകൾ എന്തായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്, സാഹിൽ കി ലാൽ ആഖോं കി തുലന ബീർ ബഹൂട്ടി സേ കി ഗയി ഹെ, ബീർ ബഹൂട്ടിയുടെ കൂടെയാണ് ആ കണ്ണുകളെ കമ്പയർ ചെയ്തിട്ടുള്ളത്. അടുത്തത് എന്താണ്, ചൽത്തി ബീർ ബഹൂട്ടിയോ കി തുലന ഖൂൻ കെ പ്യാരി പ്യാരി ബൂന്തോ സെ കി ഗയി ഹെ. നടന്നു പോകുന്ന കുഞ്ഞു കുഞ്ഞു ബീർ ബഹൂട്ടിയെ എന്തായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്, ബ്ലഡിൻ്റെ ചെറിയ ചെറിയ ഡ്രോപ്സ് അല്ലെങ്കിൽ തുള്ളികളായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. സാഹിൽ കെ ആംസു കി തുലന ബാരിഷ് കെ ബൂന്തോ സെ കി ഗയി ഹെ. സാഹിലിൻ്റെ കണ്ണുനീരിനെ എന്തുകൊണ്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്, മഴത്തുള്ളികളെ ആയിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. സാഹിൽ കി ചോട്ട് കി തുലന ബീർ ബഹൂട്ടി കെ റംഗ് സെ കി ഗയി ഹെ. സാഹിലിൻ്റെ മുറിവിനെ എന്തായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്, ബീർ ബഹൂട്ടിയുടെ നിറം കൊണ്ടാണ്. ബീർ ബഹൂട്ടിയുടെ നിറം എന്താണ്, ചുവപ്പ് നിറം. അങ്ങനെ ആ ചുവപ്പ് നിറമായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത് ആ മുറിവ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കഹാനി കി ഘട്നാओं को सूचीबद्ध करें. എന്ന് പറഞ്ഞാൽ കഥയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസിഡൻസ് അല്ലെങ്കിൽ ആ സെൻറ്റൻസസ് എഴുതാൻ ലിസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. 2 സെൻറ്റൻസ് അവർ പറഞ്ഞിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസിഡൻസ് മെൻഷൻ ചെയ്യുന്നത്. കീലി ജമീൻ പർ ബേല ഓർ സാഹിൽ കാ ബീർ ബഹൂട്ടിയോ കോ ഖോജന. ആ നനഞ്ഞ മണ്ണിൽ ബേലയും സാഹിലും എന്താ ചെയ്യുന്നത്, ആ ബീർ ബഹൂട്ടിയെ തിരയുകയാണ്. അടുത്തത് എന്താണ്, പെൻ മേ സ്യാഹി ഭർന, പെന്നിൽ മഷി നിറയ്ക്കുക. ഇനി നമുക്ക് കുറച്ച് വേറെ സെൻറ്റൻസും കൂടി നോക്കാം. സുരേന്ദ്ര മാട്ട് സാബ് കാ ബേല കെ ബാലോം പർ പഞ്ചാ ഫസാന. സുരേന്ദ്ര മാട്ട് സാബ് എന്താ ചെയ്തത്, ബേലയുടെ മുടിയിൽ കൈകൾ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ
ആക്കിയില്ലേ മുടികൾ പിടിച്ച് വലിക്കാൻ. ബീല के चेहरों को देखकर साहिल का डर जाना. ബേലയുടെ ആ മുഖം കണ്ടപ്പോൾ സാഹിൽ പേടിച്ചു പോകുന്നു. दिवाली की छुट्टियों के बाद ബീല के सर पर सफ़ेद पट्टी बांधकर स्कूल में आना. ദിവാലിയുടെ വെക്കേഷൻ കഴിഞ്ഞിട്ട് ബേല എങ്ങനെ വന്ന് സഫേദ് പട്ടി, തലയിലൊരു വെള്ള പട്ടിയൊക്കെ ബാൻഡേജൊക്കെ കെട്ടിയിട്ടാണ് സ്കൂളിലേക്ക് വരുന്നത്. चोट लगने के बाद भी गांधी चौक में लंगड़ी टांग खेलने को ബീല का जिद करना. ആ മുറിവ് തലയിൽ മുറിവ് പറ്റിയിട്ട് പോലും ഗാന്ധി ചോക്കിൽ പോയിട്ട് കളിക്കാൻ, കൊച്ചം കുത്തി കളിക്കാൻ വാശി പിടിക്കുന്ന ബേല. സ്റ്റൂൾ की कील സാഹിൽ के पिंडली में लग जाना. സ്റ്റൂളിൽ വരുന്ന ആണി സാഹിലിൻ്റെ മുട്ടിൻ്റെ പിൻവശത്തുള്ള ഭാഗത്ത്, കാലിൻ്റെ മുട്ടിൻ്റെ പിൻവശത്തുള്ള ഭാഗത്ത് കൊള്ളുക. സാഹിൽ की आँखों का बीर बहूटी की तरह लाल होना. സാഹിലിൻ്റെ കണ്ണുകൾ ബീർ ബഹൂട്ടിയുടെ പോലെ ആകെ ചുവന്നു പോകുന്ന ഒരു അവസരം. ഡബ്ഡബായി ആँखों से ബേല का हंसते हुए कहना. ആ നിറഞ്ഞ കണ്ണുകൾ ഇങ്ങനെ ചിമ്മിക്കൊണ്ട് ബേല ചിരിച്ചുകൊണ്ട് പറയുന്ന ആ ഒരു നിമിഷം. അടുത്ത ചോദ്യം, ഘടനാओं के आधार पर പട്കഥ തയ്യാർ കരേ. അപ്പോൾ ഓരോരോ ഇൻസിഡൻസ്, ആ ചാപ്റ്ററിൽ ഓരോരോ ഇൻസിഡൻസിൻ്റെ ബേസിസിൽ പട്കഥ തയ്യാർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പട്കഥ എന്ന് പറഞ്ഞാൽ സ്ക്രീൻ പ്ലേ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ടി വി സീരിയൽസ് ആയാൽ അല്ലെങ്കിൽ ടി വിയിലത്തെ മൂവിയൊക്കെ ആയാൽ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോരോ സീൻ ക്രിയേറ്റ് ചെയ്യുന്നില്ലേ, ഉണ്ടാക്കുന്നില്ലേ, സ്ക്രിപ്റ്റ് എഴുതുന്നില്ലേ. അപ്പോൾ ഒരു സീൻ ചെയ്യുമ്പം എന്തൊക്കെയാണ് ആവശ്യം വരുന്നത്, അവിടെ അതിൽ ആ റോളിൽ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ടൈമിൽ ആരൊക്കെയാണ് കഥാപാത്രങ്ങളുള്ളത്, ഏതാണ് സ്ഥലം, ഏതാണ് സമയം, എന്താണ്, പിന്നെ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. അങ്ങനെയാണ് നമ്മളൊരു സ്ക്രീൻ പ്ലേ ഫൈനൽ ചെയ്യുമ്പോൾ എഴുതുന്നത്. അപ്പം അങ്ങനെ തന്നെ നമ്മൾക്ക് ഇവിടെയും ഓരോരോ ഇൻസിഡൻസ് അതിലത്തെ നോക്കിയിട്ട് അതിൽ ആ ഒരു ഇൻസിഡൻറ്റിൽ ആരൊക്കെയാണ് അതിൻ്റെ ബേസിസിൽ ഒരു പട്കഥ തയ്യാർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലത്തെ ആദ്യത്തെ ദൃശ്യം എന്താണ്? ദൃശ്യ ഏക്, സ്ഥാൻ, എന്താണ് സ്ഥലം നോക്കാം. കസ്ബേ സെ സട്ടാ ഹുവാ ഖേത് ജഹാ ഛോട്ടെ ഛോട്ടെ പ്യാരെ ബീർ ബഹൂട്ടിയാൻ പായെ ജാത്തെ ഹൈ. ചെറിയൊരു നഗരം, അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു വയലുകളാണ്. അവിടെ എന്താണ് ഈ ചെറിയ ചെറിയ നല്ല രസമുള്ള മനോഹരമായ ബീർ ബഹൂട്ടി കാണാൻ കഴിയും. അപ്പം അതാണ് സ്ഥലം. പാത്ര, കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ബേല ഓർ സാഹിൽ, ബേലയും സാഹിലും. ഉമ്ര 10 से 11 साल, ഉമ്ര വയസ്സ് 10-11 വയസ്സ്. സമയ സുബഹ് 9 बजे, എന്താണ് സമയം? കാലത്ത് 9 മണി. ഇനി അവർ തമ്മിലുള്ള അവിടെ ആ സീനിൽ എന്താണ് നടക്കുന്നത് നോക്കാം. സാഹിൽ, ബേല देखो इस बीर बहूटी का रंग तुम्हारे रिबन जैसा लाल है. സാഹിൽ എന്താ പറയുന്നത് ബേലോട്? ബേല നോക്കൂ, നിന്റെ റിബണിൻ്റെ നിറം എങ്ങനെയാണ്? ആ ബീർ ബഹൂട്ടിയുടെ നിറം പോലെയാണ്, ചുവന്നിരിക്കുന്നു. സ്കൂൾ की पहली घंटी बजी, ആ സമയത്ത് എന്താണ്? ഒരു ബെല്ലടിക്ക് ശബ്ദം കേൾക്കുന്നു. എന്താണ്? ഫസ്റ്റ് ആദ്യത്തെ മണിയടിയാണ് സ്കൂളിലെ. സാഹിൽ, ബേല തുമ്നെ കുച്ച് സുന. ബേല, നീ എന്തെങ്കിലും കേട്ടോ? ബേല, ഹാ സ്കൂൾ की पहली घंटी बज गई है. അതെ കേട്ടു, സ്കൂളിലത്തെ ആദ്യത്തെ മണി അടിച്ചു കഴിഞ്ഞു. സാഹിൽ, മുझे पेन में स्याही भी भरवानी है. എനിക്ക് എൻ്റെ പേനയിൽ മഷിയും നിറപ്പിക്കണമല്ലോ. ബേല, ജൽദി ചലോ സാഹിൽ, സ്കൂൾ भी पहुंचना है. വേഗം നടക്ക് സാഹിൽ, നമ്മൾക്ക് സ്കൂളിലേക്കും എത്തേണ്ടതാണ്. ഇതാണ് നമ്മളുടെ ആദ്യത്തെ ദൃശ്യം. അടുത്ത ദൃശ്യം ദൃശ്യ 2, സ്ഥാൻ, ഏതാണ് സ്ഥലം? സ്റ്റേഷനറിക്ക് ദുക്കാൻ, സ്റ്റേഷനറിയുടെ ഷോപ്പാണ്. പാത്ര ബേല സാഹിൽ ഓർ ദുക്കാൻദാർ, ബേല സാഹിൽ പിന്നെ കടക്കാരനും. സമയ സുബഹ് 9 से 10 के बीच, അപ്പോൾ 9 to 10 നടുവിലത്തെ സമയത്താണ് ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത്. ബേല, അങ്കിൾ ജി പെന്ന് സ്യാഹി ഭർദു. ബേല എന്താണ് കടക്കാരനോട് പറയുന്നത്? അങ്കിൾ, എൻ്റെ പെന്നിൽ ആ മഷിയൊന്നും നിറച്ചു തരൂ. ദുക്കാൻദാർ, ബേട്ട സ്യാഹി കി ബോത്തൽ ഖത്തം ഹോ ഗയി, അബ് കൽ ഹി മിലേഗി. മോളെ, എന്താ പറയുന്നത്? മോളെ, മഷി കഴിഞ്ഞു, ഇനി നാളെയേ കിട്ടുള്ളൂ. ബേല, അരേ പെൻ മേ ജോ സ്യാഹി थी वो സാഹിൽ ने ज़मीन पर छिड़क दी. അയ്യോ,
ആ പെന്നിലുള്ള മഷിയൊക്കെ സാഹിൽ എന്താ ചെയ്ത് താഴേക്ക് കുടഞ്ഞു. അപ്പോൾ ഇനി എൻ്റെ മഷി ഒന്നും അതിൽ മഷി തീരെ ഇല്ല. ദുക്കാൻദാർ മുസ്കുരാത്തെ ഹുए. അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് എന്താണ് ദുക്കാൻദാർ പറയുന്നത്? ബാദൽ കോ ദേഖ്കർ ഘടേ കോ നഹീ ഡുലാനാ ചാഹിയേ. തും കോൺ സി കക്ഷാ മേ പഠത്തെ ഹോ. മഴക്കോള് കണ്ടിട്ട് എന്താണ്, നമ്മുടെ കുടം മറയ്ക്കാൻ പാടില്ല, അല്ലെങ്കിൽ കമത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? സാഹിൽ ഉദാസ് മനസ്സേ, വളരെ വിഷമത്തോടു കൂടി സാഹിൽ പറയാം. 5वीं कक्षा में, 5ാം ക്ലാസ്സിൽ. ദുക്കാൻദാർ ദോനോ, രണ്ടുപേരും. ബേല ഖുഷി കെ സാത്ത്, ബേല സന്തോഷത്തോടു കൂടി. ഹം ദോനോ ഏക് ഹി സെക്ഷൻ മേ പഠത്തെ ഹെ. സെക്ഷൻ എ, നമ്മൾ രണ്ടുപേരും ഒരേ സെക്ഷനിലാണ് പഠിക്കുന്നത്. സെക്ഷൻ എ. സാഹിൽ ചലോ ബേല ജൽദി ചലോ നഹീ തോ ദേർ ഹോ ജായേഗി. ബേല പെട്ടെന്ന് നടക്ക്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ വൈകിപ്പോകും. അങ്ങനെ ദൃശ്യം 2 അവിടെ അവസാനിക്കുന്നു. ദൃശ്യ 3, ഇനി മൂന്നാമത്തെ ദൃശ്യമാണ്. സ്ഥാൻ സ്കൂൾ, 5वीं कक्षा, സെക്ഷൻ എ, വിഷയ ഗണിത്. ഏതാ സ്ഥലം? സ്കൂളാണ്, 5ാം ക്ലാസ് ആണ് കാണിക്കുന്നത്. സെക്ഷൻ എ. ഏതാണ് സബ്ജക്റ്റ് നടക്കുന്നത്? ഗണിത്. പാത്ര ബേല, സാഹിൽ, ബച്ചേ, സുരേന്ദ്ര, മാട്സ. അപ്പോൾ ആരൊക്കെയാണ് അതിൽ കഥാപാത്രം? ബേല, സാഹിൽ, ക്ലാസ്സിലെ കുട്ടികളും പിന്നെ അവരുടെ മാത്സിൻ്റെ ടീച്ചർ സുരേന്ദ്ര, മാട്സ. മാട്സ ബച്ചോं की किताब जांचते हुए चल रहे हैं. അപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? ആ മാത്സിൻ്റെ ടീച്ചർ ഇങ്ങനെ കുട്ടികളുടെ ബുക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുക. മാട്സ ബേല की बालों में पंजा फंसाते हुए पुस्तक फेंकने लगे. ബേലയുടെ എന്താ മുടികളിൽ കൈ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് വലിക്കാൻ നോക്കുക. എന്താ സമയത്ത് ചെയ്യുന്നത്? ആ പുസ്തകം വലിച്ചെറിയാൻ നോക്കുകയാണ്. മാട്സാബ് ഗൽത്തി ന പാനി പർ. അപ്പോൾ അത് തെറ്റല്ല എന്ന് മാട്സാബ് മനസ്സിലാക്കി. ബേല ചെയ്തത് തെറ്റല്ല എന്നറിഞ്ഞപ്പോൾ എന്താ? ബേല ജാओ बैठो अपनी जगह पर. ബേലയോട് എന്താ പറയുക? ബേല പോയി നിൻ്റെ സീറ്റിൽ പോയിരിക്കെ. ബേല ഡർ കെ മാരെ കാംപ്തെ ഹുए സോച്ചനെ ലഗി. വളരെയധികം പേടിച്ചിട്ട് എന്താണ് ചിന്തിക്കുകയാണ്. എന്താണ് ചിന്തിക്കുന്നത്? മാട്സ പീട്ട് ലേത്തെ മഗർ സാഹിൽ കെ സാമനെ നഹി. മാട്സാബ് എന്നെ അടിച്ചാലും കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ സാഹിലിൻ്റെ മുമ്പിൽ ആവണ്ടായിരുന്നു. മുझे पता है कि मैं സാഹിൽ की नज़रों में बहुत अच्छी हूँ. എനിക്കറിയാം സാഹിലിൻ്റെ കണ്ണുകളിൽ ഞാൻ വളരെയധികം നല്ലൊരു പെൺകുട്ടിയാണ്. സാഹിൽ ബേല की ओर देखता है. അപ്പോൾ സാഹിൽ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബേലയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ബേല സാഹിൽ സെ നസറെ നഹി മിലാ പാത്തി. ബേലയോ സാഹിലിനെ ഫേസ് ചെയ്യാൻ പറ്റാണ്ട് മുഖം നോക്കാണ്ടിരിക്കുക. ദൃശ്യ 4, 4th ദൃശ്യമാണ്. സ്ഥലം ഏതാണ്? സ്ഥാൻ ദിവാലി की छुट्टियों के बाद स्कूल का माहौल. ദിവാലിൻ്റെ വെക്കേഷൻ കഴിഞ്ഞിട്ട് സ്കൂളിലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. പാത്ര സ്കൂൾ കെ ഛാത്ര ബേല സാഹിൽ. സ്കൂളിലത്തെ കുട്ടികൾ ബേലയും സാഹിലുമാണ് കഥാപാത്രം. ബേല സർ പർ സഫേദ് പട്ടി ബാന്ധേ ഹുए. ബേല എങ്ങനെയാണ് വരുന്നത്? എൻ്റർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ ദൃശ്യം? തലയിൽ ഒരു വെള്ള ബാൻഡേജും കെട്ടിയിട്ടാണ് വരുന്നത്. ഛാത്ര ചിടാത്തെ ഹുए. കുട്ടികളൊക്കെ എന്താണ്? കളിയാക്കുകയാണ്. എന്ത് പറഞ്ഞിട്ടാണ്? ഹോയ് ഹോയ് സഫേദി പട്ടി സുൽത്താന ഡാക്കു. ഹോയ് ഹോയ് വൈറ്റ് ബാൻഡേജ് അല്ലേ, അപ്പോൾ സഫേദി പട്ടിയും സുൽത്താന ഡാക്കു ഒരു കള്ളൻ്റെ ഒരു ലുക്കിലാണ്. സാഹിൽ പരേഷാൻ ഭാവമേ, ഭയങ്കര വിഷമത്തോട് കൂടിയിട്ടാണ് സാഹിൽ. യേ ക്യാ ഹുവാ ബേല, ഇതെന്തു സംഭവിച്ചു ബേല? ബേല ഹസ്തേ ഹുए. പുഞ്ചിരിയോടുകൂടി ബേല തിരിച്ച് റിപ്ലൈ ചെയ്യാം. ഛത് സെ ഘിർ ഗയി थी. ടെറസിൽ നിന്നും വീണു പോയതാ. ആജ് ഖേൽ ഘണ്ടി മേ ഗാന്ധി ചോക്ക് മേ ലഗടി ടാക്ക് ഖേലെങ്കെ. ഇന്ന് ഗെയിംസ് പീരീഡിൽ നമ്മൾ ഗാന്ധി ചോക്കിൽ പോയിട്ട് കൊച്ചം കുത്തി കളിക്കാം. സാഹിൽ നഹി തേരെ സർ പർ ഫിർ സെ ലഗ് ജായേഗി തോ. വേണ്ട, നിന്റെ തലയിൽ പിന്നെയും കൊണ്ടാലോ. ബേല ജിദ് കർത്തെ ഹുए നഹി ലഗേഗി. ബേല വാശിയോടുകൂടി എന്താ പറയുന്നത്? ഇല്ല, കൊള്ളില്ല, നമ്മൾക്ക് പോകാം. ദൃശ്യ 5, സ്ഥാൻ ഫുലേര ഗാവ് ഗലി മേ റിസൾട്ട് ആനെ കെ ബാദ്. ഫുലേര ഗാവിലാണ്, ചെറിയൊരു ഗലി സ്ട്രീറ്റിലാണ്. റിസൾട്ട് വന്നതിന് ശേഷമുള്ളൊരു ദൃശ്യമാണത്. പാത്ര ബേല സാഹിൽ. ആരൊക്കെയാണ് കഥാപാത്രം? ബേലയും സാഹിലും. ബേല അബ് തും കഹാ പഠോഗി. ബേല ചോദിക്കുകയാണ്, ഇനി നീ എവിടെയാണ് പഠിക്കാൻ പോകണേ? സാഹിൽ मैं अगले साल अजमेर जाऊँगा और हॉस्टल में पढ़ूँगा. ഞാൻ അടുത്ത കൊല്ലം അജ്മീറിൽ പോവും, അവിടെ ഒരു ഹോസ്റ്റലിൽ പഠിക്കും. और तुम कहाँ पढ़ोगी बेला. നീ എവിടെയാണ് പഠിക്കാൻ പോകുന്നത് ബേല?
बेला पापा कह रहे थे कि अगले साल राजकीय कन्या पाठशाला में पढ़ाएंगे. പപ്പ പറയുന്നുണ്ടായിരുന്നു അടുത്ത കൊല്ലം രാജകീയ കന്യാ സ്കൂളിൽ എന്നെ പഠിപ്പിക്കും. ഒരു ഗേൾസ് സ്കൂളാണത്. തും ഫുലേര സെ ചലേ ജാओगे. അപ്പോൾ ബേല ചോദിക്കുകയാണ്, നീ ഫുലേരയിൽ നിന്ന് പോകുമോ? സാഹിൽ നഹി തുമ്ഹാര റിപ്പോർട്ട് കാർഡ് ദിഖാന. സാഹിൽ അങ്ങനെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറയും, ഇല്ല നിന്റെ റിപ്പോർട്ട് കാർഡ് ഒന്ന് കാണിച്ചേ. ദോനോ ഏക് ദൂസരെ കാ റിപ്പോർട്ട് കാർഡ് ആഖിരി ബാർ പഠത്തെ ഹൈ. രണ്ടുപേരുടെയും റിപ്പോർട്ട് കാർഡ് അവസാനമായിട്ടാണ് വായിക്കുന്നത്. സാഹിൽ തും ക്യോं रो रही हो बेला. നീ എന്തിനാണ് കരയുന്നത് ബേല? ബേല മുझे नहीं पता तुम्हारी आँखें क्यों लाल है. എനിക്കറിയില്ല. അപ്പോൾ ബേല തിരിച്ച് ചോദിക്കും, എന്താ നിന്റെ കണ്ണുകൾ എന്തെങ്കിലും ചുവന്നിരിക്കുന്നത്? സാഹിൽ പത്താ നഹി എനിക്കറിയില്ല. ബേല ക്യാ അബ് ഹം കഭി മിലേംഗെ. ബേല ചോദിക്കും, നമ്മളിനി എപ്പോഴെങ്കിലും കണ്ടുമുട്ടുമോ കാണുമോ? സാഹിൽ ഹാ മിലേംഗെ എന്തായാലും കണ്ടുമുട്ടും. ബേല അച്ഛാ മേ ചൽത്തി ഹൂം ഞാൻ പോട്ടെ. സാഹിൽ അപ്നാ ഖ്യാൽ റഖ്ന ബേല. സാഹിൽ എന്താ പറയുക, നീ കെയർ ചെയ്യണം ബേല, ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. അങ്ങനെ പറഞ്ഞിട്ട് അവർ രണ്ടാളും പിരിയും. അടുത്ത ചോദ്യം എന്താണ്? അപ്നി കിസി ദോസ്ത് കി യാദ് പർ ടിപ്പണി ലിഖേ. ഏതെങ്കിലും നമ്മളൊരു ഫ്രണ്ടിൻ്റെ ഓർമ്മയിൽ നമ്മളോട് അഭിപ്രായം എഴുതാനാണ് ഇവിടെ പറയുന്നത്. മേരി ദോസ്ത് ദിയ. मेरी यादों में आज भी उसका नाम पहले आता है. ദിയ मेरी सबसे प्यारी दोस्त. എൻ്റെ ഓർമ്മകളിലും ഇന്നും ഏറ്റവും ആദ്യം വരുന്ന ഒരു പേരാണ് ദിയ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത്. ആജ് ഭി മൻ ഖുഷ് ഹോത്താ ഹെ. ഇന്നും മനസ്സ് വളരെയധികം സന്തോഷം തോന്നും മനസ്സിന്. ജബ് ഉസ്കെ സാത്ത് ഗുസാരെ ഹുവേ സമയ കോ യാദ് കർത്തി ഹൂം. അവളായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള സമയത്തെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പം എനിക്ക് ഇന്നും വളരെയധികം സന്തോഷം തോന്നും. സ്കൂൾ മേ സാത്ത് ജാന, സാത്ത് ബൈഠന, ടിഫിൻ കി അദല ബദലി और बहुत सारी बातें. സ്കൂളിൽ ഒരുമിച്ച് പോകുക, ഒരുമിച്ചിരിക്കുക, ടിഫിൻ ഷെയർ ചെയ്യുക, അവളുടെ ടിഫിൻ ഇങ്ങോട്ട് എടുക്കുക, എൻ്റെ ടിഫിൻ അവൾക്ക് കൊടുക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. വഹ മേരെ ബിന കहीं भी जाना പസന്ത് नहीं करती थी. അവൾ ഞാനില്ലാണ്ട് എവിടെ പോകാൻ അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. സ്കൂൾ സെ ആക്കർ ഭി മേരെ സാത്ത് ഹി വക്ത് ബിതാത്തി ഥി. സ്കൂളിൽ നിന്ന് വന്നാൽ പോലും അവൾ എൻ്റെ കൂടെ തന്നെയാണ് സമയം ചെലവഴിച്ചിരുന്നത്. ജബ് ഹം ഛഠ്വി കക്ഷാ മേ ആയെ തബ് ഉസ്കെ പിതാജി കാ ദില്ലി മേ തബാദ്ല ഹോ ഗയ. നമ്മൾ 6ാം ക്ലാസ്സിലേക്ക് വന്നപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാദർ, ദിയയുടെ അച്ഛൻ്റെ ട്രാൻസ്ഫർ ആയി ഡൽഹിയിലേക്ക്. ഉൻകാ പൂരാ പരിവാർ ദില്ലി മേ ചലാ ഗയ. അവരുടെ എല്ലാ ഫാമിലിയും ദില്ലിയിലേക്ക് പോയി. കുടുംബസമേതം അവർ ഡൽഹിയിലേക്ക് പോയി. ഉസ്സെ മിൽനെ കി ഉമ്മീദ് മേ ആജ് ഭി രഖ്തി ഹൂം. അവളെ കാണാനുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ഇന്നും ഞാൻ വയ്ക്കുന്നൊരു ഹോപ്പ് ഇന്നും എനിക്കുണ്ട്. വഹ് മേരി ജിന്ദഗി കി സബ്സെ പെഹ്ലി ഓർ ഖാസ് ദോസ്ത് ഹൈ. അവൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെയും ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഫ്രണ്ടാണ്. പഠി 11 साल का लड़का जा रहा था. बेला के पाँव अभी भी कांप रहे हैं. स्याही की बोतल अभी अभी खाली हो गई है. पानी की बूंदें अटकी हुई थी. वाक्यों में रेखांकित पर सर्गों पर ध्यान दें. इनके अर्थ समान और रूप अलग अलग हैं. क्यों? चर्चा करें. ഇതിൽ ക, കെ, കി എന്ന വാക്കുകളുടെ ശരിക്കും യൂസേജ് ഇവിടെ സെയിം ആണ്. പക്ഷേ നമ്മൾ എല്ലായിടത്തും വേറെ വേറെയാണ്. ആദ്യത്തേൽ ക, അടുത്തേൽ കെ, മൂന്നാമത്തേൽ കി യൂസ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. പെർസെർഗ് എന്ന് പറഞ്ഞാൽ പ്രപ്പോസിഷൻ ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാ സെൻറ്റൻസിലും ഡിഫറെൻ്റ് ആയിട്ട് ഈ പ്രപ്പോസിഷൻസ് യൂസ് ആവുന്നത്, അത് ചർച്ച ചെയ്യാനാണ് പറയുന്നത്. പെർസെർഗ് वह शब्द हैं जो किसी शब्द के बाद जोड़ा जाता है. इन शब्दों से अर्थपूर्ण वाक्य पूर्ण बनते हैं. എന്ന് പറഞ്ഞാൽ എന്താണ്? പെർസെർഗ് എന്ന് പറഞ്ഞാൽ പ്രപ്പോസിഷൻ. ഇത് ഏതെങ്കിലും ഒരു പദത്തിന് ശേഷം യൂസ് ചെയ്യുന്നൊരു വേർഡാണ്. ഈ വാക്കുകൾ എന്ന് പറഞ്ഞാൽ അർത്ഥം, ഒരു സെൻറ്റൻസിന് പൂർണ്ണമായും അർത്ഥം കൊടുക്കുക, കംപ്ലീറ്റ് ആക്കുന്നത് ഈ പ്രപ്പോസിഷൻ വെച്ചിട്ടാണ്. ബേസിക്കലി ഇത് കണക്റ്റിംഗ് വേർഡ്സ് ആണ്. ഒരു സെൻറ്റൻസിനെ കണക്ട് ചെയ്തിട്ട് അത് പ്രോപ്പർ ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആക്കും. പെർസെർഗ് വഹ ശബ്ദ് ഹൈ ജോ കിസി ശബ്ദ് കെ ബാദ് ജോഡാ ജാതാ ഹൈ എന്ന് പറഞ്ഞാൽ ഒരു പദത്തിന് ശേഷം ചേർക്കുന്ന പദമാണ് ഈ പ്രപ്പോസിഷൻ.
इन शब्दों का के की संबंध कारक कहलाते हैं. എന്താണ് കാ കെ കി? ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്തത് എന്താണ് ശരിക്കും? കാ കെ കി എന്ന വാക്കുകളല്ലേ വരുന്നത്. അത് ശരിക്കും സംബന്ധ കാരക്കാണ്. കാരക് അഗൈൻ നമ്മൾ പറയുന്നത് കണക്റ്റിംഗ് വേർഡ്സിനെയാണ് കാരക് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഒരു 6 ഭാഗമുണ്ട്, ഭേദമുണ്ട്. അതിലൊരു ഭേദമാണ് ഈ സംബന്ധം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കാ കെ കി എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസിൽ റിലേഷൻസ് പറയുന്നതാണ് ശരിക്കും संबंध कारक എന്ന് പറയുന്നത്. സംഖ്യ या सर्वनाम को क्रिया से जोड़ने वाले शब्द को कारक कहते हैं. എന്താണ് കാരക്? സംഖ്യയും സർവനാമിനെയും ക്രിയ എന്ന് പറഞ്ഞാൽ വെർബ്. അപ്പോൾ നൗണും പ്രൊനൗണിനെയും വെർബായിട്ട് കണക്ട് ചെയ്യുന്ന വേർഡ്സിനെയാണ് ഈ കാരക് എന്ന് പറയുന്നത്. ദേ ആർ കണക്റ്റിംഗ് വേർഡ്സ്. അപ്പോൾ കാ ഉപയോഗം. ഇനി കായിൻ്റെ ഉപയോഗം എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? एक वचन पुल्लिंग शब्दों के साथ किया जाता है എന്ന് പറഞ്ഞാൽ ഏകവചനം പുല്ലിംഗ് ആവണം, മെയിൽ വേർഡ് ആവണം. അതിലാണ് ഈ കാ എന്ന വാക്ക് യൂസ് ചെയ്യുന്നത്. എന്നാൽ സിംഗുലറും ആവണം ആൻഡ് മെയിലാവണം എന്ന് പറഞ്ഞാൽ പുല്ലിംഗ് ആവണം. ഈ രണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ കാ എന്ന വേർഡ് യൂസ് ചെയ്യുള്ളൂ. ഓക്കെ. കീ എന്ന വാക്ക് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? കീ എന്ന വാക്ക് ഈ കീ മാത്രം കൂടുതലും ഫീമെയിൽ ജെൻഡറിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ की का उपयोग स्त्रीलिंग शब्दों के साथ किया जाता है. അപ്പോൾ की എന്ന വാക്ക് വരുമ്പം മിക്കവാറും ആ की വാക്കിൻ്റെ അടുത്ത വേർഡ് ഫീമെയിൽ സ്ത്രീലിംഗമാവണം. അത് ഏകവചനവും ആവാം ബഹുവചനവും ആവാം. രണ്ടെണ്ണത്തിലും की എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. के എന്ന വാക്ക് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ബഹുവചൻ പുല്ലിംഗ് കെ സാത്ത്. ബഹുവചനമാകണം, പുല്ലിംഗ് ആവണം. അപ്പോൾ കെ എന്ന വാക്ക് സ്ത്രീലിംഗിൻ്റെ കൂടെ, സ്ത്രീലിംഗ് ജനറലി കീ എന്ന വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ കെ ബഹുവചൻ പ്ലൂറൽ ആവണം, പിന്നെ പുല്ലിംഗ് ആവണം, സ്ത്രീലിംഗ് ആവാൻ പാടില്ല. നമ്മൾക്ക് ഇനി അതിലെ സെൻറ്റൻസ് ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. 11 साल का लड़का जा रहा था. ഇവിടെ എന്താണ് കാ യൂസ് ചെയ്തിട്ടുള്ളത്? കാരണം കാ കഴിഞ്ഞിട്ടുള്ള വാക്ക് എന്താ വരുന്നത്? ലടക്ക. ലടക്ക എന്ന് പറഞ്ഞാൽ ആൺകുട്ടി. അപ്പം അതെന്താണ്? പുല്ലിംഗ്, പിന്നെ ഏകവചനവുമാണ്. ये लड़का पुल्लिंग शब्द है और एक वचन भी है, इसलिए का परसर का उपयोग किया है. ലടക്ക പുല്ലിംഗ് ശബ്ദമാണ്, പിന്നെ ഏകവചനം കൂടിയാണ്. അപ്പോൾ കാ എന്ന പ്രിപ്പോസിഷനാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ബേല കെ പാവ് അഭി ഭി കാംപ് രഹേ ഹൈ. ബേലയുടെ കാലുകൾ ഇപ്പോഴും എന്താണ്? ഷിവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാലുകൾ ബഹുവചൻ, പാവ് എന്നത് ശരിക്കും പുല്ലിംഗാണ്, ഓക്കെ, മെയിലാണത്. ഇവിടെ ഹിന്ദിയിൽ മിക്ക വേർഡ്സും സ്ത്രീലിംഗും പുല്ലിംഗുമായിട്ടാണ് അത് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പാവ് എന്ന് പറയുമ്പോൾ അത് പുല്ലിംഗായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ബഹുവചനാണ് കാലുകൾ. അപ്പോൾ അവിടെ കെ എന്ന പർസർഗാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പാവ് പുല്ലിംഗ് ശബ്ദ है और बहुवचन भी है, इसलिए के परसर का उपयोग किया गया है. स्याही की बोतल अभी खाली हो गई है. ബോത്തൽ എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗമാണ്. ഓക്കെ, ബോട്ടൽ സ്ത്രീലിംഗ് വേർഷനിലാണ് അതവർ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ബോത്തൽ സ്ത്രീലിംഗ് ശബ്ദ है, इसलिए की परसर का उपयोग किया गया है. पानी की बूंदें अटकी हुई है. ബൂന്ദേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രോപ്സ്. ഓൾദോ ഇവിടെ എന്താണത്? ഏകവചനമല്ല, ഇവിടെ ബഹുവചനമാണ് അല്ലേ? ഏകവചനമായിട്ടല്ലല്ലോ ഇത്, ബഹുവചനം. അപ്പം बूंदे स्त्रीलिंग शब्द है और बहुवचन भी है, इसलिए की परसर का प्रयोग किया गया है. परसर्ग വെച്ചിട്ടുള്ള കുറച്ച് സെൻറ്റൻസ് നമുക്കിനി ചാപ്റ്ററിൽ നിന്നൊന്ന് കണ്ടുപിടിക്കാം. രവിവാർ കാ ദിൻ था. രവിവാർ സൺഡേ ദിനമായിരുന്നു. പേടോं के तने अभी भी गीले थे. ആ മരത്തിൻ്റെ ശാഖകൾ ഇപ്പോഴും നനഞ്ഞിരിക്കുകയായിരുന്നു. बारिश की हवा में गीली खेतों और बारिश की हरियाली की गंध घुली हुई थी. बारिश की हवा में ആ മഴ കഴിഞ്ഞിട്ടുള്ള കാറ്റിൽ എന്തായിരുന്നു? വയലിൻ്റെ എന്താ പറയുക, നല്ല നനഞ്ഞ മണ്ണ്, കൂടാണ്ട് തന്നെ നല്ല പച്ചപ്പിൻ്റെ ആ ഒരു സ്മെല്ല്, അതാണ് നമ്മൾക്ക് ആ കാറ്റിൽ ആകെ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. രവിവാർ കാ ദിൻ ഥ. ദിൻ എന്ന് പറയുന്നത് പുല്ലിംഗ് വേർഡാണ്. അത് കാരണം അതിനേറ്റു മുമ്പ് ഏകവചനവുമാണ്. അത് കാരണം അതിനേറ്റു മുമ്പ് വരുന്നത് കാ. പേടോं के तने अभी भी गीले थे. തനെ എന്ന് പറഞ്ഞാൽ ചില്ലകൾ ബഹുവചനം. അതും എന്താണ്? മെയിലാണ്, മെയിൽ വേർഡാണ്. അത് കാരണം അതിനേറ്റു മുമ്പ് വരുന്ന വാക്ക് കെ ആയി.
ഫീമെയിൽ തനി എന്ന് പറയുന്നത് ഫീമെയിൽ വേർഷൻ ആയിരുന്നുവെങ്കിൽ കെ എന്ന വാക്ക് വരില്ലായിരുന്നു, കി എന്ന വാക്ക് മാത്രമേ വരുമായിരുന്നുള്ളൂ. അങ്ങനെ തന്നെ മൂന്നാമത്തെ സെൻറ്റൻസിലും ഹവ എന്ന് പറയുന്നത് ഫീമെയിൽ വേർഷനാണ്. അത് കാരണമാണ് ബാരിഷ് കി ഹവ, ബാരിഷ് കാ ഹവ നമ്മൾ പറയാറുണ്ട്. ബാരിഷ് കി ഹവ എന്ന് പറയുന്നതും ബാരിഷ് കി ഹരിയാലി എന്നും പറയുന്നത് ബോത്ത് ആർ ഫീമെയിൽ വേർഡ്സ്. ഇതോടുകൂടി യൂണിറ്റ് ഫസ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ബീർ ബഹൂട്ടിയുടെ ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്വയറീസ് എൻ്റെ കമൻറ്റ് ബോക്സിൽ സെൻഡ് ചെയ്യാവുന്നതാണ്. തീർച്ചയായും ഞാനതിന് റിപ്ലൈ ചെയ്യുന്നതാകും. അടുത്ത സെഷന് നമ്മൾക്കൊരു പുതിയ ചാപ്റ്ററുമായി തിരിച്ച് കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.